കാട്ടാക്കട കുറ്റിച്ചലിൽ +1 വിദ്യാർത്ഥിയെ സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. നമസ്കാരം. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം കാട്ടാക്കട കുറ്റിച്ചലിൽ +1 വിദ്യാർത്ഥിയെ സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിദ്യാലയത്തിലാണ് ഈ +1 വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ ഇന്ന് രാവിലെയോടുകൂടി കണ്ടെത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുറ്റിച്ചൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായ കുറ്റിച്ചൽ എരുമക്കുഴി സ്വദേശി ബെൻസൺ എബ്രഹാമിനെയാണ് ഇന്ന് രാവിലെ തൂങ്ങി മരിച്ച നിലയിൽ ഈ വിദ്യാലയത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു സ്ഥലത്താണ്, ഈ ഒരു കമ്പിയിലാണ് ഈ ഒരു വിദ്യാർത്ഥി തൂങ്ങി മരിച്ചത്. ഇന്ന് രാവിലെയാണ് ഈ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകുന്നേരം ഈ വിദ്യാർത്ഥി ഇവിടെ വീട്ടിൽ നിന്നും കാണാനില്ലായിരുന്നു. 6 മണി മുതൽ കാണാനില്ലായിരുന്നു. പിന്നീടാണ് ഇന്ന് രാവിലെ ഈ വിദ്യാലയത്തിൽ ഈ ഒരു കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ മുതൽ ബെൻസണിനെ കാണാനില്ലായിരുന്നു. സ്കൂളിലെ ക്ലർക്കാണ് കുട്ടിയുടെ മരണത്തിന് പിന്നിലെന്ന് കുടുംബം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. സ്കൂളിൽ പ്രൊജക്റ്റ് കൊടുക്കാൻ പോയപ്പോൾ ക്ലർക്ക് പരിഹസിച്ചുവെന്നും കുടുംബാംഗങ്ങൾ ഇപ്പോൾ പറയുന്നു. കുട്ടിയെ കാണാനില്ല എന്ന് കാട്ടി കുടുംബം പരാതി നൽകുകയും ചെയ്തിരുന്നു. തിരച്ചിൽ നടത്തുന്നതിനിടെ ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് ഈ കാണുന്ന സ്ഥലത്ത് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. പോലീസ് സ്ഥലത്തെത്തി എന്തായാലും നിലവിലിപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. എന്തായാലും ബെൻസൻ്റെ പ്രൊജക്റ്റ് സീൽ ചെയ്ത് നൽകാൻ ക്ലർക്ക് വിസമ്മതിച്ചു എന്നും ഈ ബെൻസൻ്റെ ഈ വിദ്യാർത്ഥിയുടെ ബന്ധു നമ്മളോട് ആരോപിച്ചിട്ടുണ്ട്. ക്ലർക്കിൻ്റെ മാനസിക പീഡനമാണ് കുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നും ബെൻസൻ്റെ മാതൃ സഹോദരൻ സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇതിനായി VHSC അധ്യാപകൻ കുട്ടികളെ ഓഫീസിലേക്ക് വിട്ടു. ഓഫീസിലെ ക്ലർക്കാണ് കുട്ടികളെ പരിഹസിക്കുന്ന രീതിയിൽ സംസാരിച്ചത്. സീൽ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അസഭ്യം പറഞ്ഞു. ഈ ക്ലർക്കാണ് മരണത്തിന് ഉത്തരവാദി എന്നും നിലവിൽ ഈ വിദ്യാർത്ഥിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ഇത് ആരാണ് എന്ന് വ്യക്തമാക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നും ബന്ധുവായ സതീശൻ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ക്ലർക്ക്, അതായത് നമ്മൾ മനസ്സിലാക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പേര് സനൽ എന്നാണ് ഈ ക്ലർക്കിൻ്റെ പേര്. ഇയാളും അതുകൂടാതെ ഈ +1 ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരും ഇന്ന് രാവിലെ മുതൽ ഈ സ്കൂൾ പരിസരത്ത് വന്നിട്ടില്ല, സ്കൂളിൽ പ്രവേശിച്ചിട്ടില്ല. അതുകൂടാതെ ഈ ക്ലർക്കായ സനൽ ഇപ്പോൾ ഒളിവിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ദ്രുതഗതിയിലുള്ള അന്വേഷണങ്ങളെല്ലാം നടത്തുന്നുണ്ട്. ഈ കുട്ടിയുടെ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതേസമയം RDO സ്ഥലത്തെത്തി മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ അമ്മാവനുമായും മറ്റു ബന്ധുക്കളുമായും എല്ലാം സംസാരിച്ചിട്ടുണ്ട്. മരണത്തിന് ഉത്തരവാദിയായ സ്കൂൾ ക്ലർക്ക് സനലിനെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ ബോഡി അഴിക്കാൻ സമ്മതിക്കുള്ളൂ എന്ന നിലപാടും ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ അമ്മാവൻ സ്വീകരിച്ചിരുന്നു. പലതവണ അധ്യാപകരും ഹെഡ് മാസ്റ്ററും കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്നും അമ്മാവൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അതേസമയം തന്നെ വളരെ മോശമായ രീതിയിലാണ് ഈ ഒരു വിദ്യാർത്ഥിയോട് ഈ ക്ലർക്കായ സനൽ പെരുമാറിയത് എന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. വളരെ മോശമായ രീതിയിലുള്ള, അതായത് ഒരു കുട്ടിയോട് ഉപയോഗിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള അത്തരത്തിലുള്ളൊരു മനോഭാവത്തോടു കൂടിയാണ് വിദ്യാർത്ഥികളോട് ഈ സനൽ എന്ന ക്ലർക്ക് പെരുമാറിയത് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്കൂളിലെ പല അധ്യാപകരും പലപ്പോഴും വിദ്യാർത്ഥിയോട് ഇങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട് എന്ന് നിലവിൽ അമ്മാവൻ പ്രതികരിക്കുന്നു. ദേഷ്യം പ്രകടിപ്പിക്കുന്ന സ്വഭാവം ഇല്ലാത്ത വിദ്യാർത്ഥിയാണ് ഈ മരണത്തിനിരയായിരിക്കുന്നത് എന്നും ബന്ധുക്കൾ നമ്മളോട് പറയുന്നു. 16 വയസ്സുകാരന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വന്നത് അതിക്രൂരമായ മാനസിക അവസ്ഥയാണ് എന്നും ബന്ധുക്കൾ
ബന്ധുക്കൾ പറയുന്നു. നിങ്ങളും കൂടി എന്നെ കുറ്റപ്പെടുത്തുകയാണോ എന്ന് വിദ്യാർത്ഥി മാതാപിതാക്കളോട് ഇക്കഴിഞ്ഞ ദിവസം ചോദിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതിരാവിലെ ആയതുകൊണ്ട് സ്കൂൾ ഒഴികെ മറ്റെല്ലാ സ്ഥലങ്ങളും ഈ ബന്ധുക്കൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഇന്നലെ മുതൽ ഇന്ന് രാവിലെ വരെ പരിശോധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഞെട്ടിപ്പിക്കുന്ന ആ ഒരു വിവരം കുടുംബത്തിന് അറിയുവാൻ സാധിച്ചിരിക്കുന്നത്. ഈ വിദ്യാർത്ഥി 16 വയസ്സുകാരൻ ഈ സ്വന്തം, അതായത് പഠിക്കുന്ന സ്കൂളിൽ തന്നെ ജീവൻ ഒടുക്കിയിരിക്കുന്നു. ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഈ ഒരു സ്ഥലത്താണ് ഈ 16 വയസ്സുകാരൻ ഇത്തരത്തിൽ, അതായത് ഈ സ്കൂളിലെ ക്ലർക്ക് മാനസികമായി പീഡിപ്പിച്ചതിനെ തുടർന്ന് ഇത്തരത്തിൽ ജീവൻ ഒടുക്കിയത് എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. എന്തായാലും വളരെ വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ് തലസ്ഥാനത്ത് നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ക്ലർക്ക് ഇപ്പോൾ ഒളിവിൽ പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. +1 വിദ്യാർത്ഥിയാണ് ഈ ജീവൻ ഒടുക്കിയിരിക്കുന്നത്. ഈ വിദ്യാലയത്തിൽ ഇപ്പോൾ ഈ +1 ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രിൻസിപ്പാൾ മാത്രമാണ് വന്നിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ നിലവിൽ ഇവിടെ നിന്നും അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. മറ്റ് അധ്യാപകരാരും തന്നെ വന്നിട്ടില്ല. ക്ലർക്കും നിലവിലിപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നു. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം വേണം എന്ന് തന്നെയാണ് ഈ 16-കാരൻ്റെ കുടുംബം പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിൽ സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടവരാണ്, നല്ല വാക്കുകൾ ചൊല്ലിക്കൊടുക്കേണ്ടവരാണ് അധ്യാപകർ. അധ്യാപകരും ക്ലർക്കാണെങ്കിലും ആര് തന്നെയാണെങ്കിലും വിദ്യാലയത്തിൽ വരുന്നത് വിദ്യ പകരുന്നതിനും അറിവ് നേടുന്നതിനും എല്ലാം തന്നെയാണ്. ആ ഒരു വിദ്യാലയത്തിൽ നിന്നും തന്നെ ഇത്തരത്തിൽ മോശമായ അനുഭവം നേരിട്ടതിനെ തുടർന്നാണ് ഈ ഒരു 16-കാരൻ ജീവൻ ഒടുക്കിയിരിക്കുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.